ഹലോ ഗായ്സ്, ലൈഫ് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഒരുപാട് ബിസിയാണ്. പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. കുഞ്ഞുറങ്ങുന്ന സമയം നോക്കി പല കാര്യങ്ങളും തീർക്കാൻ നോക്കും. അപ്പോൾ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്ത് അവനെ നന്നായിട്ട് കുളിപ്പിച്ച് ഉറക്കി ഒരു 3-4 മണിക്കൂർ അവൻ ഉറങ്ങും കേട്ടോ. ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ തീർക്കാൻ നോക്കും. ക്ലീനിങ്ങും കാര്യങ്ങളും ഫുഡിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ ഇന്ന് ഓൾറെഡി കറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടോണ്ട് ജസ്റ്റ് എനിക്കൊരു സൈഡ് ഡിഷായിട്ട് ഞാനൊരു മുട്ടത്തോരൻ വെച്ചു. ഈ ഒരു സമയത്ത് ഞാൻ കൂടുതലും നോൺ വെജ് ഫുഡ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മുട്ട, മീൻ, ചിക്കൻ എന്തെങ്കിലും എനിക്ക് വേണം കേട്ടോ. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ഫുഡ് എത്ര കഴിച്ചാലും എനിക്ക് ഒരു ഫില്ലിങ്, ഒരു വയറ് നിറഞ്ഞതിൻ്റെ ഒരു ഫീൽ കിട്ടാറില്ല. അതേപോലെ പെട്ടെന്ന് വിശക്കാനും തുടങ്ങും. അതുകൊണ്ട് ഞാൻ എപ്പോഴും നോൺ വെജ് ഫുഡ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഫുഡ് റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുളിക്കാമെന്ന് വെച്ചു. അപ്പോൾ കുളിച്ചിട്ട് നല്ല ഫ്രഷ് ഫീലിംഗ് നമുക്ക് തോന്നും. കാരണം നമ്മൾ നല്ല എക്സോസ്റ്റഡ് ആവുകയാണ്. ശരീരം എപ്പോഴും വിയർത്ത് പാലും വീണ് നമ്മുടെ എപ്പോഴും നമ്മളൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ സമയത്ത്. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഷിയ ബട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര മാജിക്കൽ സാധനം കേട്ടോ. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഫുൾ ഞാൻ യൂസ് ചെയ്തു ഇത്. ശരിക്കും എനിക്ക് ഒറ്റ സ്ട്രെച്ച് മാർക്സ് പോലും എക്സ്ട്രാ വന്നിട്ടില്ല ഇത് റെഗുലർ യൂസ് ചെയ്തിട്ട്. ഫസ്റ്റ് ഡെലിവറിയിലുള്ള സ്ട്രെച്ച് മാർക്സസ് മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ ഞാനിപ്പോൾ അധികം മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല. ജസ്റ്റ് ഒരു ക്രീമും പിന്നെ ഒരു കൺമഷി മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ യൂഷ്വലി വീട്ടിലുള്ളപ്പോൾ ഞാനൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓർഗാനിക് ലിപ് ബാമാണ്. ഈ ഷിയ ബട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫേസിലും യൂസ് ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഡ്രൈയും കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കൊക്കെ ഇത് സൂട്ടാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടിന്ന് ഒരു അനക്കം കേട്ട്. അപ്പോൾ അതേ ആളെണീറ്റിരിക്കുകയാണ്. ആളെണീറ്റ് കഴിയുമ്പം കുറച്ച് പാല് കുടിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിക്കോളും. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ് നേറ്റൽ കെയർ എല്ലാം ഫസ്റ്റിനെക്കാട്ടിലും ഒരുപാട് ഡിഫറൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റിൽ കിട്ടിയ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതിലെന്ത് ചെയ്യാം, എന്ത് ചെയ്ത് കൂടാ എന്നുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ് ഈ സെക്കൻഡ് ടൈം ആകുമ്പോൾ. അപ്പം നമുക്ക് ആരുടെ ഒപ്പീനിയനോ കാര്യങ്ങളോ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ സ്വന്തമായിട്ടെല്ലാം ഡിസിഷൻസ് എടുക്കാൻ പറ്റും നമുക്ക്. ഈ ഫസ്റ്റ് ടൈം ആകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നത്. പിന്നെ പോസ്റ്റ് നേറ്റൽ ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞാൽ അത് ഫസ്റ്റ് ടൈമിലായിരിക്കും കൂടുതൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പം ഞാൻ കുറച്ച് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ എണീക്കും. 4 മണി കഴിയുമ്പം ചേട്ടൻ വരും. പിന്നെ ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കും. ചേട്ടൻ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവനൊരു ബേബി ബോയ് തന്നെ വേണം അനിയനായിട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതുപോലെ തന്നെ നടന്ന്. അപ്പോൾ അവൻ ഒരുപാട് ഇവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ അവൻ്റെ ത്രൂ ഒത്തിരി സപ്പോർട്ടും ഹെൽപ്പും കിട്ടാറുണ്ട്. നമ്മളെപ്പോഴും ഒരു ഏജ് ഗ്യാപ്പ് കൂടുതൽ വെക്കുന്നതിന് നമുക്ക് നഷ്ടമൊന്നുമില്ല. അമ്മമാർക്ക് എപ്പോഴും ബെനിഫിറ്റേ ഉള്ളൂ. കാരണം മൂത്ത കുട്ടികൾ ഒരുപാട് ഇളയ കുട്ടികളെ കെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കൊച്ചിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ രാത്രി ഡിന്നർ ഉണ്ടാക്കണം. ഞാൻ ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊച്ച് ബഹളമായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ തന്നെയാണ് എനിക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത്. അവൻ പറഞ്ഞു അവന് പിസ്സ വേണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു ചപ്പാത്തി വെച്ച് ചുമ്മാ ഇങ്ങനൊരു ഞങ്ങൾ പിസ്സ പോലെ ഉണ്ടാക്കി കേട്ടോ, ഹോം മെയ്ഡ് പിസ്സ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ള വാങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ പിന്നെ കാണാം. ബൈ.